ആരാധികമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കും. ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അൺഫർഗറ്റബിൾ മൊമെൻറ്റ്സ് ഇൻ ലൈഫ്. എനിക്ക് ഏറ്റവും കൂടുതൽ മറവിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ അൺഫർഗറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഫൊഗറ്റ് ചെയ്തിരിക്കുന്നു. പുതിയ പ്രൊജക്റ്റ് മലയാളത്തിലല്ല, മിക്കവാറും ഒരു തമിഴ് പ്രൊജക്റ്റിനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. മലയാള സിനിമകൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാശ് കിട്ടുന്ന പണിക്ക് നിന്നാൽ മതിയെന്ന്. മലയാള സിനിമ കാശ് കിട്ടൂല. സീരിയലിലെത്തിയത് എൻ്റെ ഫ്രണ്ടാണ് ജോസ് പേരൂർക്കട, നമ്മളെ സീരിയലിൻ്റെ PR. അപ്പോൾ പുള്ളിങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സംഭവം ഉണ്ട് ചെയ്യാൻ, ഹീറോ ആയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹീറോ ആയിട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ല, കാരണം ഞാൻ ഫിലിമിലൊക്കെ നെഗറ്റീവ് റോൾസ്, വില്ലൻ ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. സോ അങ്ങനെ ചെയ്യാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. സോ എന്നോട് പറഞ്ഞു ആദ്യം നമുക്ക് പോസിറ്റീവായിട്ടുള്ള ക്യാരക്ടറാണ്, പിന്നീട് തട്ടുകട നന്ദൻ എന്നുള്ളൊരു ഗുണ്ടയൊക്കെ ആയിട്ട് മാറും, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കുറച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ടച്ചും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് കമ്മിറ്റ് ചെയ്യുന്നത്. സിനിമയിലെത്തിയത് ഞാൻ ബേസിക്കലി മോഡലായിരുന്നു. ഞാൻ ഫാഷൻ ഷോസും റാം ഷോസൊക്കെ ചെയ്താണ് നമ്മൾ സിനിമയിലേക്ക് ചുവട് വെച്ചിരിക്കുന്നത്. ആദ്യം ഈ ഫാഷൻ ഷോസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹൈദരാബാദിൽ നിന്ന് തെലുങ്ക് ഡയറക്ടർ മിസ്റ്റർ രവി ബാബുവാണ് നമ്മൾ ഷോ കാണാൻ വന്നിരുന്നത്. പുള്ളി ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം എന്ന് ചോദിച്ചു. ഇങ്ങനെ ആക്ഷൻ ബേസ്ഡ് ഫിലിമാണ്, കുറച്ചൊന്ന് നമുക്ക് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു. സോ നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ഹണ്ട് ചെയ്ത് നടക്കുന്ന എനിക്ക് നല്ലൊരു പോസിറ്റീവ് ചാൻസ് ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ അതിലേക്ക് കയറിയെത്തി. ഫസ്റ്റ് സിനിമ മനസാരിയായിരുന്നു. മനസാരിയിൽ നിന്ന് തന്നെ എനിക്ക് ഫസ്റ്റ് പടത്തിന് തന്നെ ഭരതമുനി അവാർഡ് കിട്ടി. അതിനുശേഷം തുടർച്ചയായിട്ട് മിസ്റ്റർ പെല്ലിക്കൊടുക്കു, മല്ലതീരം സിനിമയിൽ പോവും, പിന്നെ ബ്ലഡ്, അങ്ങനെ കുറച്ച് തെലുങ്ക് പടങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യേണ്ടിയുണ്ടായിരുന്നു. പിന്നെ ആ സമയത്താണ് നമുക്കിവിടെ ഈ ഒരു സീരിയലിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു. മലയാള സിനിമകൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കാശ് കിട്ടുന്ന പണിക്ക് നിന്നാൽ മതിയെന്ന്. മലയാള സിനിമ കാശ് കിട്ടൂല. തെലുങ്ക് സിനിമയിൽ ഒരുപാട് പേയ്മെൻറ്റും കിട്ടും, നല്ല ട്രീറ്റ്മെൻറ്റാണ്. നമുക്ക് മലയാളം ഇൻഡസ്ട്രി കിട്ടുന്നതിനെക്കാട്ടി നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പല താരങ്ങൾ എടുത്ത് പറയുന്നില്ല പേര്, പല താരങ്ങൾ ഇവിടുന്ന് പോയി അവിടെ സെറ്റിലായി. ഇപ്പോൾ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ആരും വരുന്നില്ല. സോ ട്രീറ്റ്മെൻറ്റ്, പേയ്മെൻറ്റ് എല്ലാം കൊണ്ടും നല്ല ഫെസിലിറ്റീസാണ് അവിടെ. പുതിയ പ്രൊജക്റ്റ് മലയാളത്തിലല്ല, മിക്കവാറും ഒരു തമിഴ് പ്രൊജക്റ്റിനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയുന്നില്ല അതിനെ പറ്റിയിട്ട്. കുട്ടിക്കാലമൊക്കെ ചെന്നൈയാണ്. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ചെന്നൈയിലാണ്. അത് ഇന്ന് ചെന്നൈ പഴയ മെഡ്രാസ്. ചെന്നൈ വിട്ട് ഇവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിന് ജോലി ആയപ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. ആദ്യം ഫാദർ അവിടെയായിരുന്നു ജോലി. അപ്പോൾ അതുമാത്രമല്ല ഫാദറും ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ആളാണല്ലോ. അപ്പോൾ ആ ഒരു സംഭവത്തിൽ നിന്ന് പെട്ടെന്ന് മാറി ഇവിടേക്കൊരു ജോബായ സമയത്താണ് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നത്. വില്ലൻ കഥാപാത്രത്തിനോട് ഉള്ള പ്രത്യേക താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വലിയ താരങ്ങൾ എല്ലാം വില്ലന്മാരായിട്ടാണ് നായകന്മാരായതും അല്ലെങ്കിൽ വലിയ താരങ്ങളായതും. ലാലേട്ടനായാലും രജനീകാന്ത് ആയാലും ഇവരൊക്കെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ ലെവലിൽ എത്തിയിരിക്കുന്നത്. അതിന് പുറമെ ഈ നെഗറ്റീവ് ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ പോസിബിലിറ്റീസ്, അഭിനയ സാധ്യത ഉള്ളത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അതാണ്. കാരണം ഹീറോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ആർ സം ലിമിറ്റേഷൻസ്. ഇന്നതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സീരിയൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ എൻ്റെ ഈ നന്ദൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാനൊരു ലിമിറ്റേഷനുണ്ട്, ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊരു ലിമിറ്റേഷനുണ്ട്. ഇപ്പോൾ അരുൺ, ശരത്തിൻ്റെ ക്യാരക്ടർ ചെയ്യുന്ന അരുൺ, അപ്പോൾ പുള്ളിക്ക് ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അതിൽ തന്നെ പലതരത്തിലുള്ള ഗെറ്റപ്പ് ചേഞ്ചും പലതരത്തിലുള്ള സംഭവങ്ങൾ. അത് നെഗറ്റീവ് ക്യാരക്ടറിന് അങ്ങനെ പല ഷെയ്ഡ്സ് കാണിക്കാൻ പറ്റും. സോ ഹീറോ ക്യാരക്ടറിന് അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഇല്ല. അതാണ് ഈ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനോടുള്ളൊരു താല്പര്യം. ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഫാഷൻ ഡിസൈനറാണ്. ആക്ച്വലി ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്തിട്ടൊക്കെയാണ് ഇൻഡസ്ട്രിയിൽ പല ആൾക്കാരുമായിട്ട് ടച്ച് വന്നു തുടങ്ങിയത്. ഞാൻ ലെന, ചാന്ദിനി, പിന്നെ അങ്ങനെ ഒരുപാട് പേർക്ക്, നീരജ് മാധവ്, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കോസ്റ്റ്യൂം നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ മാഗസിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു ഫാഷൻ ഡിസൈനറാണ്. മെയിനായിട്ട് സെലിബ്രിറ്റി ലെവലിലാണ് നമ്മൾ ഫാഷൻ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ വെഡ്ഡിങ്, ബ്രൈഡൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. ലേഡീസിനാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യുണീക്കായിട്ട് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കോസ്റ്റ്യൂംസും ഞാൻ തന്നെ ചെയ്യാറുണ്ട്. യാത്രയാണ് എൻ്റെ ഹോബി എന്ന് പറയുന്നത്. കൂടുതലും ചിലവ് ചുരുക്കിയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ ചെറിയ ഹോട്ടലിൽ താമസിക്കുക, അതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ബൈക്കിലാണ് യാത്ര. ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാറിൽ യാത്ര ചെയ്യുന്നതും ബൈക്കിൽ യാത്ര ചെയ്യുന്നതായിട്ട്
ചിലവ് ചുരുക്കൽ മാത്രമല്ല, നമ്മുടെ മൈൻഡ് തന്നെ റിഫ്രഷ് ആവും ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത്. ബൈക്കിൽ എങ്ങോട്ടും യാത്ര ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ക്രോസ് കൺട്രി റൈഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തന്നെ ഉണ്ട്. സോ നമ്മളതിൽ ഒരുപാട് യാത്രകൾ, ബൈക്കിൽ പോയ യാത്രകളൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് കൺട്രി റൈഡേഴ്സ് എന്ന് കേട്ടാൽ തന്നെ അറിയാം, നമ്മൾ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്കാണ് നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നത്. സോ ഇന്ത്യൻ്റെ നെയ്ബറിങ് കൺട്രീസായിട്ട് നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റ് എന്നീ സ്ഥലങ്ങൾ ഇതൊക്കെ വളരെ അടുത്താണ്. സോ ഇപ്പോൾ ലേ ലഡാക്ക് വരെ ഇപ്പോൾ റോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. അതേപോലെ നേപ്പാൾ, ഭൂട്ടാൻ വഴിയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോ കമ്പനീസ് സ്പോൺസർ ചെയ്തിട്ട് ഇപ്പോൾ പല ബൈക്കിൻ്റെ കമ്പനീസ് പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ പല ബൈക്കിൻ്റെ കമ്പനീസ് സ്പോൺസർ ചെയ്തിട്ട് നമ്മൾ ഒരുപാട് യാത്രകൾ പോയിട്ടുണ്ട്, ലോങ് റൈഡ്സ്. എനിക്ക് ബൈക്കിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഹ്യോസങ് GTR എന്ന് പറഞ്ഞിട്ട് സ്പോർട്സ് ബൈക്കാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ വേറെ 1-2 ചെറിയ വണ്ടികളൊക്കെ ഉണ്ട്. ഡ്രീം ബൈക്ക് എന്ന് പറയുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഡ്രീമിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇനി അധികം വലിയ ഡ്രീമുകളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. സിനിമയിൽ തീർച്ചയായിട്ടും വില്ലൻ ക്യാരക്ടർ ചെയ്തിട്ടായിരിക്കണം എൻ്റെ എൻട്രി എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിപ്പോൾ തെലുങ്കിൽ അങ്ങനെ ഒരു ചാൻസ് എനിക്ക് ഭാഗ്യം കിട്ടി. അതേപോലെ തന്നെ മലയാളത്തിലായാലും തമിഴിലായാലും ഒക്കെ അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്, നെഗറ്റീവ് ക്യാരക്ടറിലൂടെ തന്നെ. സീരിയലിലെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കാൻ വരുന്ന പേരുകൾ ദേവി ചന്ദന, രാജേഷ് ഹെബ്ബാർ, സാജൻ സൂര്യ, അരുൺ, ഇവരൊക്കെ തന്നെ സീരിയലിലെ സുഹൃത്തുക്കളാണ്. പിന്നെ ഇവരിൽ എൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യാനും കൂടുതൽ എൻ്റെ കൂടെ സമയം ചിലവാക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി ചന്ദനയും രാജേഷ് ഹെബ്ബാറുമാണ്. കാരണം ഞങ്ങൾ ജിം ബഡീസും കൂടിയാണ്. സോ നമ്മൾ കൂടുതൽ ഓടാനായാലും ചാടാനായാലും വൈകുന്നേരം ഒരു അരമണിക്കൂർ വെറുതെ സമയം കിട്ടിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനായാലും നടക്കാനായാലും ഓടാനായാലും ഒക്കെ ഒന്നിച്ചാണ് പോകുന്നത്. ഭാര്യ സീരിയൽ ലൊക്കേഷൻ രസകരമായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഡയറക്ടറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പോസിറ്റീവ് എനർജി, അതായത് ഈ രസകരമായ അനുഭവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് എനർജി തരുന്നത് നമ്മുടെ ഡയറക്ടറാണ്. മനു സാർ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ശരിക്കും ഒരു ഫ്രീക്ക് പേഴ്സണാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ് എപ്പോഴും ലൊക്കേഷനിൽ. നമുക്കും ഭയങ്കര പോസിറ്റീവ് എനർജി തരും. അപ്പോൾ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ പുള്ളിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറക്ടർ വന്നിട്ട് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ മൊത്തം സൈലൻ്റ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റുമാണ്, വർക്കും ഭയങ്കര ഫാസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു എൻജോയ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വർക്ക് തീരും, അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ അങ്ങനെ തന്നെ ഭംഗിയായിട്ട് തീരും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ക്രെഡിറ്റ് കംപ്ലീറ്റ് നമ്മൾ ഈ പറയുന്ന മനു സാറിനാണ്, നമ്മുടെ ഡയറക്ടറിനാണ്. അൺഫർഗറ്റബിൾ മൊമെൻറ്റ്സ് ഇൻ ലൈഫ്. എനിക്ക് ഏറ്റവും കൂടുതൽ മറവിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഇങ്ങനെ അൺഫർഗറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ഫൊഗറ്റ് ചെയ്തിരിക്കുന്നു. എന്നാലും ഈ പറഞ്ഞ പോലെ തെലുങ്ക് സിനിമയൊക്കെ ചെയ്ത സമയത്ത് നല്ല കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട്, തെലുങ്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം തെലുങ്ക് സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ തെലുങ്ക് എന്തായാലും പഠിച്ചിരുന്നേ പറ്റൂ. കാരണം അത്രയും പഞ്ച് ഡയലോഗ്സും പവർഫുൾ ഡയലോഗ്സൊക്കെ ആയിരിക്കും. അപ്പോൾ തെലുങ്ക് നമ്മൾ പഠിക്കണം. അത് തെലുങ്ക് പഠിക്കാൻ വേണ്ടി കുറേ ഓടി നടന്ന സംഭവങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് ക്യാരക്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്ന രീതി വേറെ രീതിയിലായിരിക്കും. അതായത് ഒരു ദുഷ്ടനെ കാണുന്ന പോലെ ആയിരിക്കും, നമ്മൾ റോട്ടിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഒരു ദുഷ്ടനെ കാണുന്ന പോലെ ആയിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ ഈ നാട്ടിലെ ആൾക്കാരെ പോലെയല്ല. നമ്മളെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നടൻ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ മൈൻഡ് ചെയ്യില്ല, ഒരു പുല്ല് വരെ തരും. പക്ഷേ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര റെസ്പെക്റ്റാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ രജനീകാന്ത് സാറിനൊക്കെ ദൈവമായിട്ടാണ് കാണുന്നത്. അപ്പോൾ പല നടികളൊക്കെ അവിടെ ദൈവങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ നയൻതാരയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശ്രീരാമരാജ്യം ചെയ്തതിന് ശേഷം അവിടെ ഒരു ദൈവത്തെ പോലെയാണ് അവരൊക്കെ കാണുന്നത്. സോ ആ ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു ട്രീറ്റ്മെൻറ്റൊക്കെ വേറെയാണ് ആ പ്രേക്ഷകരിൽ നിന്ന്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നല്ലൊരു സംഭവമാണ്, ഒരു അനുഭവങ്ങളാണ്, പലതരത്തിലുള്ള നല്ല അനുഭവങ്ങളാണ് അതൊക്കെ. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റ്സ് വരും, പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ടാവും. മെയിനായിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് അഡിക്റ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വർക്കൗട്ടുമായി ബന്ധപ്പെടുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ മസിൽ മൊത്തം ഈ 2 വിരലില്ല, ഇതിങ്ങനെ ചെയ്തുകൊണ്ട് ഫുൾ മസിൽ പിടിയാണ്. അപ്പോൾ ആ ഒരു സമയം വെറുതെ വേസ്റ്റ് ആക്കാതെ നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേക്ക് ചിലവാക്കുന്നതിലേക്ക് നന്നാവുക. സോഷ്യൽ മീഡിയ നല്ലതാണ്, നല്ല തരത്തിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ കൂടുതലും നെഗറ്റീവായിട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കുറച്ച് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ആരാധികമാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാവുമായിരിക്കും, ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ. എവിടെയെങ്കിലൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സീരിയലിലെ നായകന്മാരൊക്കെ നല്ല നായകന്മാരാണ്, എല്ലാവരും നല്ല സ്വഭാവമാണ്, എല്ലാവരും പാവമാണ്, നല്ല മനസ്സുള്ളവരാണ്. അത്രേ ഉള്ളൂ. ഫ്യൂച്ചർ പ്ലാൻ എന്ന് നമ്മൾ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സീരിയൽ കഴിയണം.
എന്നാലേ നമുക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സീരിയൽ കഴിയാത്തടത്തോളം കാലം അടുത്ത ആഴ്ച വരെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതെങ്ങനെയാണ് പോകുന്നത് നമുക്കറിയില്ലല്ലോ. സോ അതുകൊണ്ട് ഇപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നുമില്ല. യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. യാത്രകൾ ഈ പറഞ്ഞ പോലെ ലോങ് റൈഡ്സ്, ബൈക്കിൽ തന്നെ ലോങ് റൈഡ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി ഒരു 2 മാസത്തിനുള്ളിൽ റൈഡ് ഉണ്ടാവാം. ലേ ലഡാക്ക്, കാശ്മീർ, കൈലാസ് ആ ലെവലിലേക്കാണ് റൈഡ് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനത്തെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൻസിക വളരെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു അട്രാക്റ്റീവ് പേഴ്സണാണ്. ഈവൻ ഞാൻ നയൻതാരയും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പം ഈ ഹൈദരാബാദ് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് രാമുജി ഫിലിം സിറ്റിയിലായിരിക്കും ഷൂട്ടിംഗ്. പല ആർട്ടിസ്റ്റുകൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. സോ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഹൻസികയാണ്. ഇഷ്ടനടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമലഹാസൻ സാറ്. ഇഷ്ടം നടി എന്ന് പറയുമ്പോൾ ഈ ഇപ്പോഴുള്ള തലമുറയിലുള്ള ആരും ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ രമ്യ കൃഷ്ണൻ എന്ന വ്യക്തിയോട് ഒരു പ്രത്യേക താല്പര്യം. കാരണം എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന നല്ല സ്ട്രോങ് പവർഫുൾ ക്യാരക്ടേഴ്സ് അതൊക്കെ വളരെ ഇഷ്ടമാണ്. എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേച്ചി അങ്ങനെയാണ്. ചേച്ചി കല്യാണം കഴിച്ച് സെറ്റിൽഡാണ്, ദുബായ് സെറ്റിൽഡാണ്. അച്ഛനും അമ്മയും വീട്ടിലുണ്ട്. അതാണ് ഫാമിലി. സ്മോൾ ഫാമിലി, ഹാപ്പി ഫാമിലി. ഫിസിക്കൽ ഫിറ്റ്നസ്സിനോട് ചെറുപ്പത്തിൽ താല്പര്യമുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ക്യാരക്ടേഴ്സിന് ഫിസിക്കൽ ഫിറ്റ്നസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പല ആൾക്കാരും, നമുക്ക് ഇതിനു മുന്നേ ഉണ്ടായ പല ആൾക്കാരും ഫിസിക്കൽ ഫിറ്റ്നസ്സിലൂടെയാണ് വലിയ ലെവലിൽ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ് മലയാളത്തിൽ ഒരുപാട് പടങ്ങൾ ചെയ്തെങ്കിൽ പോലും പുള്ളിയുടെ ഫിസിക് ഒന്ന് നന്നാക്കിയ സമയത്ത് അവർക്ക് കിട്ടിയ ഒരു അവസരം എന്ന് പറയുന്നത് ബോളിവുഡിൽ റാണി മുഖർജീൻ്റെ കൂടെ അയ്യ എന്ന് പറഞ്ഞൊരു പടത്തിലേക്കാണ്. സോ അതൊക്കെ തന്നെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് മലയാളത്തിലിപ്പോൾ ഒരു ബോഡി ബിൽഡറിൻ്റെ ഫിസിക്കൽ ആദ്യമായിട്ട് വന്നിരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാസ് ഖാനാണ്. അപ്പോൾ പുള്ളി ഒരുപാട് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടാണ് കയറി വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ മറ്റു ഭാഷകളിലിപ്പോൾ കമലഹാസൻ സാറായാലും, സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ബിൽഡ് ചെയ്യുന്നതിന് ശേഷം ഒരുപാട് ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ്, ആളവന്താൻ എന്നുള്ള സിനിമ പോലെയൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു. പിന്നെ അതേപോലെ തന്നെ വിക്രം ഒരുപാട് നല്ല പടങ്ങൾ ഈ ബോഡി ബിൽഡ് ചെയ്തതിന് ശേഷം. സോ ദർ ഇസ് എ സ്കോപ്പ് ഫോർ ബോഡി ബിൽഡേഴ്സ്. അല്ലെങ്കിൽ ഇതൊരു ബോളിവുഡിൻ്റെ അതേ സ്റ്റൈലിലേക്ക് തന്നെയാണ് നമ്മളിവിടേക്കും ഒരു ട്രെൻഡ് മാറി വരുന്നത്. നിവിൻ പോളി മറ്റേ മലയാളികൾക്ക് എന്തിനാണ് 6 പാക്ക് എന്ന് പറഞ്ഞെങ്കിൽ പോലും അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എല്ലാവരും റെഡിയാവും എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. നമുക്കിപ്പോൾ ഈ ഷൂട്ടിംഗ് സ്കെഡ്യൂളിൻ്റെ ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം സീരിയലൊക്കെ ആകുമ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ ലേറ്റ് നൈറ്റിലാണ് തീരുക. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പെർഫെക്റ്റ് ആയിട്ടൊരു ടൈമിംഗ് ഒന്നും കിട്ടില്ല. എങ്കിലും നമുക്ക് കുറച്ച് ഡയറ്റിലൂടെയൊക്കെ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നാട്ടിൽ പോയാലാണ് ശരിക്കും ഒന്ന് കുറച്ച് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്. നമ്മളെ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നും നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ശരീരം മാത്രമാണ്. അപ്പോൾ ആ ശരീരം എപ്പോഴും ഹെൽത്തി ആയിട്ട് വെക്കുക, അത്രേ പറയാനുള്ളൂ. കാരണം നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകുന്ന നമ്മളെ ശരീരം മാത്രമാണല്ലോ. അപ്പോൾ അതെപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് വെക്കുക, ഹെൽത്തി ആയിട്ട് വെക്കുക. ഒരാളെ ശരീരം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾ എത്രത്തോളം ഓരോ കാര്യങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പോൾ വെറുതെ ഒരു ബോഡി ഉണ്ടാക്കാൻ പറ്റില്ല. പലതും സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ശരീരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നല്ല സൗന്ദര്യമുള്ളൊരു ശരീരം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പലതും സാക്രിഫൈസ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ തോന്നിയ പോലെ നടക്കാൻ പറ്റില്ല, മദ്യപിക്കാൻ പറ്റില്ല. പല പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളിതിൽ നിന്നൊക്കെ മാറി നിന്നിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാക്കിയെടുക്കുന്നത്.